ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യേശുവോടൊപ്പം ഇത്തിരി നേരം. ഇന്നത്തെ വചനം യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം 2 വാക്യം. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. ഇവിടെ അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ സർവശക്തനായ ദൈവം പറയുന്നു, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല എന്ന്. ബൈബിളിൽ അഗ്നിജ്വാല ദഹിപ്പിക്കാത്ത 3 യുവാക്കളെ കാണാം. ദാനിയേലിൻ്റെ പുസ്തകം 3 അധ്യായം 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. നെബൂഖദ്നേസർ എന്ന ബാബിലോൺ രാജാവ് ഒരു സ്വർണ്ണ വിഗ്രഹത്തെ ഉണ്ടാക്കി ആ ബിംബത്തെ കുമ്പിടുവാൻ ആജ്ഞ പുറപ്പെടുവിച്ചു. എന്നാൽ സത്യദൈവത്തിൽ ആശ്രയിച്ച 3 യുവാക്കൾ ശദ്രക്ക്, മേശക്, അബേദ്നെഗോ അവർ തങ്ങൾ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ അല്ലാതെ മറ്റൊരു വിഗ്രഹത്തെ വണങ്ങില്ല എന്ന് തീരുമാനിച്ചപ്പോൾ രാജാവ് അവരെ തീയിലെറിയുവാൻ ആജ്ഞാപിച്ചു. തീച്ചൂള തയ്യാറാക്കി 7 മടങ്ങ് തീ വർദ്ധിപ്പിച്ചു. അവരെ തീയിലെറിയാൻ വന്നവർ കരിഞ്ഞുപോയി. തീയിലേക്ക് എറിഞ്ഞ വിവരം അറിഞ്ഞ് തീ ദഹിപ്പിച്ച യുവാക്കളെ കാണാനെത്തിയ രാജാവ് കണ്ട കാഴ്ച, 3 യുവാക്കൾക്ക് ഒപ്പം 4മതൊരാൾ. ഹല്ലേലൂയ! 4 പേരും തീയിൽ കൂടെ നടക്കുന്നു. അവർക്കൊരു കേടും പറ്റിയിട്ടില്ല. 4മതൊരുവൻ്റെ മുഖം ദൈവപുത്രനോട് സമം. ഹല്ലേലൂയ! എത്ര പേർ വിശ്വസിക്കുന്നു ഈ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന്? എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നാം കടന്നു പോകുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ എനിക്ക് വേണ്ടി മരിച്ചുയർത്ത യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ആ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ വണങ്ങൂ എന്ന് ഈ യുവാക്കളെപ്പോലെ ഉറച്ചാൽ, വിശ്വസിച്ചാൽ, നമ്മുടെ തീച്ചൂള പോലെയുള്ള എന്തവസ്ഥയായിക്കൊള്ളട്ടെ, ഏതു സാഹചര്യങ്ങളായാലും അവിടെ 4മതൊരുവൻ നമുക്ക് വേണ്ടി നിലകൊണ്ട് നമ്മെ വിടുവിക്കും. ഇപ്പോൾ ഇത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഒരു വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.